ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് മായന്നൂർ പൂരാണ്. അപ്പോൾ ഞങ്ങൾ മായന്നൂർക്ക് പോകാൻ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മമ്മ നാളെ വിഷു അല്ലേ, അപ്പോൾ വിഷു ആയിട്ട് ഗുരുവായൂർ പോയി തൊഴുകാൻ വേണ്ടിയിട്ട് അമ്മമ്മ ഇന്നേ പോകുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ ഇല്ല, പിന്നെ ഏട്ടന് ഒരു കല്യാണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരിട്ട് വരും. അമ്മ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, ഓട്ടോ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കാറൊന്നും എടുക്കണില്ല, കാരണം മായന്നൂർ റൂട്ട് 2 റൂട്ടും ഭയങ്കര മോശമാണ്. റോഡ് പണി കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് വണ്ടി എടുക്കണില്ല, ഓട്ടോയിലാണ് പോണത്. ഞങ്ങളുടെ പുതിയ ഹാങ്ങിങ് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ സച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ഭംഗി, ഇന്നലെ സ്പാ ചെയ്തിട്ട്. അതെ, എന്നിട്ട് മുടി കെട്ടിയപ്പോ കണ്ടല്ലോ, സ്പാ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും സ്പാ ചെയ്തു. പക്ഷെ കൂടുതൽ എഫക്റ്റ് ഇവൾക്കാണ് കിട്ടിയത്. നമ്മുടെ വീട്ടിലേക്ക് 2 വഴിയിൽ കൂടെ പോവാ. ഒന്ന് ചെറങ്കര റോഡ്, ഒന്ന് കനാൽ റോഡ്. ഞങ്ങൾക്ക് കനാൽ റോഡ് കൂടെ പോകാനാണ് ഇഷ്ടം, കാരണം ആ വഴിയിൽ കുറേ പാടും പുഴയും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീട്. ഒരു 8 വർഷം മുന്നേ ഇതൊരു തറവാട്ട് വീടായിരുന്നു, അച്ഛൻ്റെ തറവാട്ട് വീടായിരുന്നു അത്. അങ്ങനെ എന്നിട്ട് അച്ഛൻ ഉണ്ടാക്കിയ വീടാണിത്. ഈ വീടിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഹൗസ് വാമിങ് സമയത്ത്. അതായത് ഉള്ളിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിരുന്നു, ഗേറ്റിൻ്റെയും മതിലിൻ്റെയൊക്കെ പണികളാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പൂരത്തിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത്. ഗേറ്റിൻ്റെ പെയിൻറ്റും മതിലിൻ്റെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് ഈ തറവാട്ടിൽ കുറേ ആളുകളുണ്ടായിരുന്നു. അച്ഛന് 5 പെങ്ങന്മാരാണ്, അച്ഛന് പിന്നെ ഒരു ഏട്ടനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരാകെ 7 മക്കളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞങ്ങളും അച്ഛൻ്റെ ഒരു പെങ്ങളും മാത്രമാണുള്ളത്. അച്ഛമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. കഴിഞ്ഞ വർഷമാണ് അച്ഛമ്മ ഞങ്ങളെ വിട്ടു പോയത്. സാധാരണ പൂരമായിക്കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളായിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ, 5 പെങ്ങന്മാർ, പിന്നെ അവരുടെ ഫാമിലി, അവരുടെ കുട്ടികൾ, അങ്ങനെ അവർ മൊത്തം 7 മക്കളാണ് പറഞ്ഞില്ല. അവരുടെ എല്ലാവരുടെയും ഫാമിലികളും അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഫുൾ ഫാമിലി ഭയങ്കര വലുതായിരിക്കും. പക്ഷേ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ അധികം ആരുമില്ല, കാരണം വിഷുവിൻ്റെ തലേദിവസമാണ് പൂരമായതുകൊണ്ട് ഇപ്രാവശ്യം അധികം ആർക്കും വരാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പം ഈ കാണിച്ച റൂമാണ് ഞങ്ങളുടെ രണ്ടാളുടെയും പണ്ടത്തെ ഒരു പൊട്ടബുദ്ധിയിൽ തോന്നിയതാണ്. ഒരു സൈഡ് പിങ്ക്, ഒരു സൈഡ് പച്ച. അന്നത്തെ ഫാഷൻ സെൻസ്, അല്ലാണ്ട് എന്ത് പറയാൻ. ഇതിലും വലിയ അബദ്ധം ഇനി പറ്റാനില്ല. ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ കാണിച്ച റൂമാണ് അമ്മയുടെ അച്ഛൻ്റെയും. ഇതാണ് അച്ഛമ്മ, നടുവിലിരിക്കുന്നതാണ് അച്ഛമ്മ. പിന്നെ അപ്പുറത്തുള്ളത് അച്ഛൻ്റെ ഏട്ടനാണ്, അപ്പുറത്തുള്ളത് അച്ഛൻ്റെ അച്ഛനുമാണ്. പിന്നെ പണ്ടത്തെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ആണിത്. ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട്, ചെറുപ്പത്തിലത്തെ. ഇടയ്ക്ക് ഇങ്ങനെ ആ ഫോട്ടോ നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലേ എന്ന്. ഇതാണ് അപ്പോൾ അടുത്ത റൂം. ആകെ ഒരു റൂമിൽ നിന്ന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൂ, അതായത് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ വിശാലമായ അടുക്കള. വിശാലമായിട്ടൊന്നുമില്ല, ചെറിയൊരു അടുക്കള തന്നെയാണ്. പിന്നെ പുറത്ത് അവിടെ വർക്ക് ഏരിയയിൽ ആലുവ അടുപ്പുണ്ട്. ഇപ്പോൾ ചോറൊക്കെ നമ്മളപ്പോൾ ആലുവ അടുപ്പിൽ തന്നെയാണ് വെക്കാറ്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ തൊട്ടുമറുത്തുള്ള ഒരു മാവാണ്. ഇവിടെ നിറച്ച് മാങ്ങ കിട്ടും. അവിടെ കേന്ദ്രം എന്നാണ് പറയുക. അവിടെ അംഗൻവാടി ആയിരുന്നു ആ മാവ് നിൽക്കുന്ന സ്ഥലത്ത്. പണ്ട് ഞാനൊക്കെ പഠിച്ച അംഗൻവാടി ആയിരുന്നു അത്. ഇപ്പം അവിടെ അംഗൻവാടിയൊന്നും അല്ല കേട്ടോ, അംഗൻവാടിയൊക്കെ പണ്ട് നിരത്തി. അപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ സിറ്റൗട്ടിലോ നിന്നാലും നമുക്ക് പൂരം നന്നായിട്ട് കാണാം. അതായത് നമ്മുടെ ദേശത്തു നിന്ന് പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ പുറത്തുനിന്ന് കൊട്ടിയിട്ടേ പോകാറുള്ളൂ. ഞങ്ങൾ ഈ വീട്ടിൽ വന്നാൽ എന്തായാലും മുകളിലേക്ക് എന്തായാലും ഒന്ന് കയറും, കാരണം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് 2-3 ഫോട്ടോസ് എടുക്കാണ്ട് പോകാറില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഒരു മിനി സദ്യ എന്ന് പറയാം, അതിനുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളൂ. ഞങ്ങൾ വേഗം മായന്നൂരിൽ ഓടിയെത്തി. പൂരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഓടിയെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയുടെ എട്ടിയമ്മയും കൂടിയിട്ട് ഗുരുവായൂർ തൊഴാൻ പോവുകയാണ്. വിഷുവിൻ്റെ തലേ ദിവസം തന്നെ കണി തൊഴാൻ പോവുകയാണ്. 2 ആൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഗുരുവായൂർ പോവാ പറയണത്. ഞങ്ങൾ പൂരൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ അമ്മമ്മ പോയി ഗുരുവായൂർക്ക്. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോവുക. യെസ്, ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ റെഡി. 9:30ക്കാണ് ഷോ, ഇപ്പോൾ 8 മണിയായി. പക്ഷേ ഫുഡ് കഴിക്കണം, അപ്പം നമ്മൾ ആദ്യം നേരത്തെ പോവും. ഞാൻ അവിടെ തിരിക്കണം. ഞങ്ങൾ മരണമാസ് കാണാനാണ് പോണ്. ആലപ്പുഴ ജിംഖാനയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ആലപ്പുഴ ജിംഖാനയ്ക്ക് ടിക്കറ്റ്
നമ്മൾ ചിക്കനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി അളിയാ ചിക്കനിന് ഞങ്ങൾ അങ്ങനെ ഒരു കോംബോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ചിക്കന് പിന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിറങ്ങി. അപ്പം ഞങ്ങൾക്ക് ഫിലിം നല്ല ഇഷ്ടമായി. ഒരു കോമഡി ഫിലിമായിരുന്നു. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.